ഓക്കെ, ഞാൻ കരിയർ റിതേഷ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മുന്നേ പരിചയമുണ്ട്. റിതേഷാണ് ശരിക്കും ഞങ്ങളുടെ സെയിൽസിലത്തെ ഈ ക്ലയൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എന്തൊക്കെ പറഞ്ഞ് അവരെ ഇതാക്കാം എന്നുള്ളത് പഠിപ്പിച്ചത് ശരിയാണ്. അത് ഞങ്ങൾ ഒന്നുകൂടെ മെൻറ്റർ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഇപ്പോൾ നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എക്കോഡിസിൽ 6 years ആയിട്ടുണ്ട് ഇപ്പോൾ. മെയിൻ റീസൺ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളത് നമ്മുടെ ഈ ടീം തന്നെയാണ്. ഇവരുടെയൊക്കെ സപ്പോർട്ട് പക്ഷേ ഇവിടെ നിങ്ങൾ സെയിൽസാണ് മാത്രം അങ്ങനെയില്ല. നമുക്കിപ്പം ഏത് ഭാഗത്ത് എവിടുന്ന് ഏത് സമയത്താണെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റിൽ എവിടെയെങ്കിലും സ്റ്റാക്ക് ആണെങ്കിൽ, ഇപ്പോൾ ഡിജിറ്റൽ റിലേറ്റഡ് ആണ് വിപിനെ വിളിച്ച വിപിൻ അപ്പോൾ തന്നെ ഇതാണ് സൊല്യൂഷൻ. ഇനി അല്ല ഡെവലപ്മെൻറ്റിലാണെങ്കിൽ ജംഷീദ് ഹെൽപ്പ് ചെയ്യാൻ, ഡിസൈനിലാണെങ്കിൽ രജീഷ് കേക്ക്, നമുക്കാണെങ്കിൽ പ്രൊജക്റ്റ് എടുക്കുന്നതിലൊരു ഇതുമില്ല, ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇനി ഇത് പുറത്താക്കി ഞാൻ വിചാരിക്കുന്ന മുന്നോട്ട് പോകലായിരിക്കും. ഞങ്ങൾക്ക് ഇപ്പം 2018 ഓൺവേർഡ്സ് 2019 കൊറോണ ആയപ്പോഴാണ് നമ്മളിപ്പോൾ എക്കോസിസ്റ്റം എന്നുള്ള മോഡലായി ഞങ്ങൾ ആദ്യം സെയിൽസ് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം ഞങ്ങൾ കോർഡിനേഷനും ചെയ്യണം. അപ്പം ഞങ്ങളുടെ ടീമിൽ നിൽക്കുന്ന എല്ലാവരോടും ഞങ്ങൾ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കാര്യം അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ക്ലയൻസിനെ ഹാപ്പി ആക്കിയിട്ടില്ലെങ്കിൽ പ്രൊജക്റ്റ് കമ്പനി എന്താണോ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.